Hey guys, welcome back to our new reaction video. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഗൈസ്, ഞാൻ ചാനൽ നിർത്തിപ്പോയോ, എന്താ ലൈവിലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. ചാനൽ നിർത്തിപ്പോയതാണോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. വീഡിയോ കോൾ മാത്രം ആരും ചെയ്യുന്നില്ല. ചത്തോന്നറിയാൻ വന്നാണല്ലേടാ. അപ്പം ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനൽ നിർത്തിയിട്ടില്ല ഗൈസ്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. ഇനിയും എന്റെ വീഡിയോകൾ നിങ്ങളെ കാണിക്കാൻ എന്റെ ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും. സോ എല്ലാരും അത് കണ്ട് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട്. അപ്പം അന്നത്തെ കാര്യം വെച്ച് ഗൈസ്, ഞാൻ ഒരിക്കലും ഇനി തളർന്നു പോകത്തില്ല ഗൈസ്. അവിടെ ഞാൻ തളർന്നു പോയായിരുന്നെങ്കിൽ ഗൈസ് പിന്നെ ജീവിച്ചിരുന്ന കാര്യമില്ല. ഞാൻ അത്രക്കാരൻ ആ ഒരു പുള്ളിയുടെ വാക്ക് കേട്ട് ഞാൻ ചാനൽ നിർത്തി പോയായിരുന്നെങ്കിൽ ഗൈസ് ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ആ ഒരു പുള്ളിയുടെ വാക്ക് കേട്ട് ഞാൻ ഒരിക്കലും ചാനൽ ഞാൻ എന്തിനാ നിർത്തുന്നത്? ആ ഒരു പുള്ളിയുടെ വാക്ക് കേട്ട് ഇനി ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വരും. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ചാനലില്. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, ഞാൻ ചാനൽ നിർത്തണോ അതോ കണ്ടിന്യൂ ചെയ്യണോ എന്ന്. ഞാൻ കുറെ പേരോടല്ല ഞാൻ ലൈവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പം എല്ലാരും ആ ഒരു വീഡിയോ അടിയിൽ വന്ന് കുറെ പേര് നല്ല കുറെ കമന്റ് ഇട്ട് ഗൈസ്. നല്ല കുറെ കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അങ്ങോട്ട് പിടിച്ചില്ല അയാൾക്ക്, അതിന്റെ കുഴപ്പം ചാനൽ നിർത്തിയാൽ തോറ്റു കൊടുക്കുന്ന പോലെ ആയി പോകുമേ. വീട്ടുകാരുടെ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂ ചെയ്യണം. യെസ് ബ്രോ, നമ്മളെന്തായാലും കണ്ടിന്യൂ ചെയ്യാം. പ്രശ്നം എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കിയുള്ള കാര്യം പറയട്ടെ. ഇതൊക്കെ ഇച്ചിരി തോന്നുന്നുണ്ട്, അതല്ല എനിക്ക് വായിക്കാൻ പോയ. നാട്ടുകാര് ഒരാൾ നന്നായി പോകുന്നത് കാണുന്നത് കണ്ണുകടിയാണ് റെഡേ. അത്ര വിചാരിച്ചാ മതി. ലൈവിൽ നടന്നപ്പോൾ സീത വിളിച്ച ക്ലിപ്പ് കണ്ട മാമൻ ഹീറോ. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? അത് ആ മാമൻ ഹീറോ ആണ്. പിന്നെ അല്ലാതെ മാമൻ ഹീറോ അല്ലെങ്കിൽ കേസ് ആ ഒരു ക്ലിപ്പ് ആ പുള്ളി അയച്ചു കൊടുത്തപ്പോ തന്നെ കാണുമോ? നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ടു തിരിച്ചെടുക്കാൻ പറ്റൂ. അതും ആ മാമനൊരു പ്രത്യേക ഒരു അവാർഡ് എടുക്കണം. അങ്ങനത്തെ എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ പുള്ളിയെ കൊടുത്ത് സന്തോഷിപ്പിക്കണം, അതേ ഞാൻ പറയത്തുള്ളൂ. അപ്പം പുള്ളിക്ക് നല്ലൊരു കഴിവുണ്ട്. അന്നേരം പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏസ പുള്ളിക്ക് ഒരു നല്ലൊരു കഴിവുണ്ട്. ഈ നാട്ടുകാരുടെ കുറ്റവും കുറവുകളും കണ്ടുപിടിച്ചു പോകാൻ പുള്ളിക്ക് നല്ലൊരു കഴിവുണ്ട്. പുള്ളി ആ ഒരു വീഡിയോയിൽ തെളിച്ച് പറഞ്ഞിട്ടുണ്ട് കേസ്. എനിക്ക് പുള്ളിയുടെ വീഡിയോ കാണിക്കണമെന്നില്ല, പുള്ളിയുടെ ഫേസ് കാണിക്കണമെന്നില്ല, ബാക്കി വോയിസ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാം കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഇപ്പൊ പുള്ളി ഹാപ്പി, ഞാനും ഹാപ്പി. എന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുള്ളിയോട് പറഞ്ഞപ്പം ഞാൻ ഹാപ്പി ആയി. അപ്പം പുള്ളിയും ഹാപ്പി ആയോ ഇല്ലോ എനിക്ക് അറിയത്തില്ല, പുള്ളി വീഡിയോ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം എന്തായാലും ഞാൻ ആ ഒരു പുള്ളിയുടെ വാക്ക് കേട്ട് ചാനൽ നിർത്തുവാണെങ്കിൽ പുള്ളിയുടെ മനസ്സിലൊരു വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ചാനൽ നിർത്തും, എന്റെ വീട്ടുകാർ പറഞ്ഞ ചാനൽ നിർത്തിക്കും എന്നായിരുന്നു ഒരു പുള്ളിയുടെ ഒരു നിഗമനം. പക്ഷേ അതൊന്നും നടന്നില്ല ഗൈസ്. അപ്പം ഇനി ഞാൻ പുതിയ വീഡിയോകളുമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ വേണോ വേണ്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇനി എന്നും നമ്മുടെ ചാനലിൽ ലൈവ് വരും. അപ്പൊ നിങ്ങൾ എല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഒരിക്കലും ആരെയും പേടി ഞാൻ ചാനൽ നിർത്താൻ പോകുന്നില്ല. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ 100K എന്ന് പറഞ്ഞ വലിയൊരു മൈൽ സ്റ്റോൺ വരെ അച്ചീവ് ചെയ്തത്. വലിയൊരു കഷ്ടപ്പാട് പെട്ടിട്ടാണ്. അതിച്ചിരി കൂടുതലല്ലേ? ഇല്ലാതെ വെറുതെ ആരും എനിക്ക് ഒന്നും കൊണ്ടു തന്നതോ അങ്ങനെ ഒരു കാര്യങ്ങൾ പോലും ഇല്ല ഗൈസ്. പിന്നെ എന്തിനാണ് ഞാൻ അവരെ പേടിച്ച് ചാനൽ നിർത്തേണ്ടത്? അവരെന്തെങ്കിലും കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും പറയാൻ കാര്യമുണ്ട്. എനിക്ക് ഇതുവരെ ആരും ഒന്നും കൊണ്ടു തന്നില്ല, പിന്നെ എന്തിനാണ് അവർ പറയുന്നത്? അത് മനസ്സിലാക്കുക മാമ. ഇത് സോഷ്യൽ മീഡിയ ആണ്, മനസ്സിലായോ? മാമന് എന്നെ റിയാക്ട് ചെയ്യണമെങ്കിൽ മാമന് ഒരു പുതിയൊരു ചാനൽ തുടങ്ങ്, റിയാക്ട് ആക്ക് ബ്രോ, റിയാക്ട് ആക്ക്.
അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്ത് ഒരു ഇതാവും, മനസ്സിലായോ? അപ്പം കോമ്പറ്റീറ്റീവ് ആവും. അപ്പൊ അതാണ് ബ്രോ പറഞ്ഞത്. ബ്രോ ഒരു ചാനൽ തുടങ്ങും, നമുക്ക് പറ്റുന്ന സപ്പോർട്ട് എന്റെ ചാനലിൽ നിന്ന് എല്ലാം ഒപ്പിച്ചു തരാം ബ്രോയ്ക്കല്ല മാമന്. ഓക്കെ മാമ, സോറി മാമ, സോറി ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. സോറി ബ്രോ എന്ന് വിളിച്ചതിന്. അപ്പം നമ്മൾ ഇനിയും മുന്നോട്ട് തന്നെ ഗൈസ്, നിർത്താൻ ഒരു വഴിയില്ല. അപ്പം മുന്നോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. സോ അപ്പം ഇത് പറയാനാണ് വന്നിരിക്കുന്നത് ഞാൻ. സോ ഇനി റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എത്തുള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ. കാണാം. See you. Bye.